ആന്ധ്രാപ്രദേശിൽ നേവി ഉദ്യോഗസ്ഥൻ പെൺസുഹൃത്തിനെ കൊന്ന് കഷ്ണങ്ങളാക്കി റെഫ്രിജറേറ്ററിൽ വെച്ചു. ചിന്താട രവീന്ദ്ര എന്ന 30-കാരനാണ് വിശാഖപട്ടണത്തെ തന്റെ വീട്ടിൽ വെച്ച് 31 വയസ്സുണ്ടായിരുന്ന മൗനികയെ കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഇരുവരും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഭാര്യയെ അറിയിക്കുമെന്ന് മൗനിക നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് പലപ്പോഴായി അപേക്ഷിച്ചു. അവളത് കേൾക്കാൻ തയ്യാറാകാത്തതോടെ കൊല്ലേണ്ടി വന്നു എന്ന് ചിന്താട രവീന്ദ്ര പോലീസിനോട് പറഞ്ഞു. വിശാഖപട്ടണത്തെ ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷനായ INS ദേഗയിലെ ഉദ്യോഗസ്ഥനാണ് തന്റെ പെൺസുഹൃത്തിനെ കൊന്ന് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ കയറ്റിയത്. ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് മൗനികയെ ചിന്താട രവീന്ദ്ര വിശാഖപട്ടണത്തുള്ള തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. 2021 മിങ്കിൾ എന്ന ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് ചിന്താട രവീന്ദ്രയും മൗനികയും സുഹൃത്തുക്കളാകുന്നത്. വിശാഖപട്ടണത്തെ പാർക്കുകളിലും തിയേറ്ററുകളിലുമെല്ലാം ഇരുവരും വരാറുണ്ടായിരുന്നതായി അന്വേഷണത്തിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രണ്ടാഴ്ച മുൻപാണ് ചിന്താട രവീന്ദ്രയുടെ ഭാര്യ വിജയനഗരത്തിലുള്ള അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയത്. തുടർന്ന് ഞായറാഴ്ച ഉച്ചയോടെ രവീന്ദ്ര മൗനികയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സ്നേഹത്തോടെ കടന്നുപോയ നിമിഷങ്ങൾ വൈകിട്ടായതോടെ വലിയ തർക്കത്തിലേക്ക് വഴിമാറി. പിന്നീട് നടന്നതെല്ലാം പൈശാചികമായ കൃത്യങ്ങളായിരുന്നു. മൗനികയെ രവീന്ദ്ര ശ്വാസം മുട്ടിച്ചു കൊന്നു. ഉടൻ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കത്തി ഓർഡർ ചെയ്തു വരുത്തി. തല, കൈകൾ, കാലുകൾ ഓരോന്നായി ശരീരത്തിൽ നിന്നും മുറിച്ചെടുത്തു. കാലുകളും ഇടുപ്പിന്റെ ഭാഗവും ഒരു ട്രോളി ബാഗിൽ പാക്ക് ചെയ്തു. ബാക്കി ഭാഗം റെഫ്രിജറേറ്ററിൽ കയറ്റി. തലയും കൈകളും മറ്റൊരു സ്ഥലത്തെത്തിച്ച് കത്തിച്ചു കളഞ്ഞതായാണ് സൂചന. ഇതെല്ലാം ചെയ്ത നേവി ഉദ്യോഗസ്ഥനായ ചിന്താട രവീന്ദ്ര നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ചിന്താട രവീന്ദ്രയുടെ കുറ്റസമ്മത മൊഴി ഇങ്ങനെ: 2021 ഞാനും മൗനികയും സുഹൃത്തുക്കളാകുന്നത്. സൗഹൃദം പിന്നീട് പ്രണയമായി. പ്രണയമെന്നാൽ വിവാഹം എന്നല്ലല്ലോ. 2024 താൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അന്നു മുതൽ മൗനിക മറ്റൊരു സ്വഭാവമാണ് തന്നോട് കാണിച്ചു വരുന്നത്. നമ്മൾ തമ്മിലുണ്ടായിരുന്നതെല്ലാം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി. പിന്നീട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടൽ. 5 ലക്ഷത്തോളം രൂപ പലപ്പോഴായി മൗനികയ്ക്ക് നൽകി. ഞായറാഴ്ച വീട്ടിലേക്ക് ക്ഷണിച്ച് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി. എന്നാൽ മൗനിക വീണ്ടും ഭീഷണി തുടർന്നു. ഇതോടെ അവളെ കൊന്നു. ചിന്താട രവീന്ദ്രയുടെ മൊഴി ഇവിടെ തീരുന്നു. കൊലപാതക വിവരം കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ചിന്താട രവീന്ദ്രയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. റെഫ്രിജറേറ്ററിൽ ചില ശരീരഭാഗങ്ങൾ ഉണ്ട്, എന്നാൽ മൗനികയുടെ തല കാണാനില്ല. മറ്റു പല ശരീരഭാഗങ്ങളും വീട്ടിലില്ല. ഇത് അന്വേഷണത്തിൽ പോലീസിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഇതിനു പിന്നിൽ നേവി ഓഫീസറായ ചിന്താട രവീന്ദ്രയ്ക്ക് മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഇതിനകം ഒരു പ്രത്യേക സംഘം തന്നെ ഈ കൊലപാതകത്തിന്റെ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.